പഴയ തമിഴൊക്കെ എന്താ അറിയോ കേട്ടോ നമ്മളെ ഗോവിന്ദ മാഷേ മക്കളെ പറ്റി എന്താ അഭിപ്രായം? വടക്കേപ്പുറത്തെ ഗോവിന്ദ മാഷ പറയുന്നത് അല്ല ദാസ ആ തെക്കേലെ ഗോവിന്ദ മാഷ കുട്ടികളെ പറ്റി വെച്ച് പറയുന്നുണ്ട്. ആ കുട്ടികളെ പറ്റി കൊറേ ആൾക്കാർ ഒന്ന് അന്വേഷിക്കുന്നുണ്ട്. ഒന്ന് കല്യാണം അങ്ങനെ അന്വേഷിക്കാൻ വന്നതാണോ അതോ വല്ല ബ്രോക്കറാണോ? അല്ല, ഞാൻ ബ്രോക്കർ തന്നെയാണ്. ബ്രോക്കറാണ്. നിങ്ങൾക്ക് ഇതന്നെ പരിപാടി. ആ കുട്ടികൾക്ക് വല്ല കല്യാണം ഉണ്ടാക്കി കൊടുത്തുകയാണെങ്കിൽ പിന്നെ നിങ്ങളെ പിടിച്ച ആൾക്കാർ തല്ലൂട്ടോ. അത്രയും മോശപ്പെട്ട കുട്ടികളാണ് രണ്ട് മക്കള്. മോശം എന്ന് പറഞ്ഞാല് ആ തെക്കേല ബിജുവിനൊക്കെ പറയുന്നത് നിങ്ങള്. അതിന് സ്വന്തം തന്തനും അതിനൊരു മോളും ഉണ്ടായിരുന്നു. അതിന് രണ്ടിനും ചവിട്ടി പുറത്തേക്കാണ്ട് വിട്ടയച്ചേക്കാണ്. എവിടെ നിന്ന് ഇപ്പൊ ഒരു വിവരവും ഇല്ല. ആൾക്കാർ കുറെ പേര് അന്വേഷിച്ച് വരുന്നുണ്ടെന്നേ. കല്യാണം അന്വേഷിച്ച് നടക്കണേ എന്നോട് ഇങ്ങനെ പറയലുണ്ടല്ലോ. അയാളെ പഠിപ്പിച്ച ഒരു ചെക്കുണ്ടായിരുന്നു, അയാള് കൊണ്ടുപോയതാ. അത് ശരി, അങ്ങനെ ഉണ്ടായിരുന്നോ? അത്രയും ലക്ഷണം കെട്ടൊരു കുട്ടികൾ ഇവിടെ ഇല്ല കേട്ടോ. നിങ്ങൾ കല്യാണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അടിയും പിടിച്ചൊന്നും വാങ്ങാൻ നിൽക്കണ്ട. നല്ല കുട്ടികളാണ് എന്നോട്. ആരെങ്ങോട്ട് ഈ പറഞ്ഞത്? എന്നോട് അങ്ങാടിന്ന് പറഞ്ഞതാണ്. അല്ലേ? നിങ്ങളെ പറ്റിച്ച കാരണം നിങ്ങൾ എന്താ ബ്രോക്കർ ആണെങ്കിൽ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവും. ആകെ നല്ലൊന്ന് ചോദിച്ചിട്ട് ചെന്നാ മതി. വെറുതെ അല്ല ഓരോ കല്യാണം ശരിയാകത്തെ. കൊറേ ആയി അവർക്ക് പെണ്ണും തിരഞ്ഞെടുക്കണേ. ഒരു 10 രൂപ ഓരോ കയ്യിൽ നിന്ന് കിട്ടും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആ ചെക്കമ്പ് കല്യാണം ഉണ്ടാക്കി നടക്കണ്ട. അടി പൂര അടി കിട്ടും എനിക്ക്. അല്ല, നിങ്ങളിപ്പോ ശരിക്കും ബ്രോക്കർ തന്നെയാണോ? ബ്രോക്കറാണ് ശരിക്കും തിരിച്ചറിയുന്നുണ്ടോ? അതൊക്കെ ശരി തന്നെ. ഇപ്പൊ നമുക്ക് കല്യാണം നടക്കാത്ത പ്രശ്നമാണല്ലേ? നിങ്ങൾ വരും ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞമ്മക്ക് പറ്റിയ വല്ല പൊണ്ണുണ്ടെന്ന് ഈ ചാകാ നേരത്തെ ബ്രോക്കറോടാണല്ലേ ഈ പറയലേ? ഏത് ഈ ചങ്ങായി പെണ്ണിട്ടാൻ പോതിൽ ഈ പെണ്ണൊക്കെ വെട്ടണ്ടായി അല്ലേ? പിന്നെ ചാകാൻ നേരത്ത് നമ്മളെ നോക്കാനൊക്കെ ആൾക്കാരൊക്കെ നായേ ഞാൻ ഒറ്റക്കല്ലേ അതൊരു പെണ്ണടിച്ചാരാ. ഏതായാലും ഇവിടെ 2 ഉണ്ട്, ബൈജും ബിജും. ഒരു പണ്ടാരക്കൊരു അന്നല്ലേ ഫോൺ ചെയ്യാൻ വിളിക്കുന്നത്? എന്താ ഫോൺ എടുത്താല്? എന്താ ഫോണ് ഉള്ളിലാണ്. ഞാൻ ഇവിടെ വണ്ടി കണ്ടോ. എല്ലായിടത്തും നായ തന്നെയാണ്. ആര്? ഞാനോ? എല്ലാരും കണക്കന്നെ. നിങ്ങൾ ഏതായാലും കൊടയൊക്കെ ഉണ്ടല്ലോ, നിങ്ങളാ പൈപ്പൊന്നും പൊട്ടിക്കാണിന്ന. ഏതായാലും നമുക്ക് കയറി വന്നതല്ലേ. ഞാൻ പൈപ്പ് കിട്ടാൻ നിങ്ങളെ പമ്പറൊന്നല്ല, ഞാൻ പോക്കറാണ്, കല്യാണ പോക്കറാണ്. എന്ത് ചെയ്യാൻ പറയാ കല്യാണം ശരിയാകത്തെ? നിങ്ങൾ നമ്മളെ അടുത്ത് പൈസ വാങ്ങി പോവാ, ചായയും വെള്ളം കുടിച്ചിട്ട് നിങ്ങളല്ലേ ഈ കല്യാണം ശരിയാക്കി തരേണ്ടത്, അല്ലാതെ ഞങ്ങളത്. ആദ്യേ നിങ്ങൾ നല്ലതിലേക്ക് നടക്കാൻ നോക്കി. നാട്ടുകാർ മീമം മൊത്തം കല്യാണം മുടക്കാൻ നടക്കണ്. നാട്ടുകാരോ? ഏത് നാട്ടുകാരാ ഞങ്ങളെ കല്യാണം മുടക്കണേ? നിങ്ങളെ നാട്ടുകാരല്ലാതെ കല്യാണം മുടക്കാൻ നിന്റെ നാട്ടുകാരെ കല്യാണം വന്ന് മുടക്കണേ? അതൊക്കെ ശരി, ഇനി ഇതൊന്നും നടന്നു കിട്ടാൻ എന്താ വഴി? ഒരു വഴിയൊക്കെ ഉണ്ട്, അത് നടക്കാൻ നോക്കുക. ഇത് നടന്നിട്ടില്ലെങ്കിലേ നിങ്ങളെ 2 കല്യാണം ഈ ജന്മത്തിൽ ശരിയാവില്ല. ജാഫറ, ഞങ്ങൾ അച്ഛനവിടെ. ബൈജോ കേറിക്കടാ. കേറിയിരിക്കണമൊന്നുമില്ല, അച്ഛനെ ഇറക്കി വിട്. അച്ഛൻ ഞങ്ങളെ ഇറക്കി വിട്ടല്ലടാ. ഇപ്പൊ നിങ്ങളെ അച്ഛന്റെ ഒരു അത്യാവശ്യം ഇപ്പൊ അച്ഛനെ പോലും കൊണ്ടുപോകേണ്ടി വന്നാണേ. നിങ്ങളെ അച്ഛനെ നിങ്ങൾ കൊണ്ടുപോയിക്കോളി, ഞാൻ പിടിച്ചേക്കണമെന്നില്ല. മാഷിക്ക് സമ്മതമാണെങ്കിൽ മാഷ എപ്പോഴും വരും. മാഷ നിങ്ങളെ വിളിക്കണ്ടേ, നിങ്ങളെ മക്കള് വിളിക്കണ്ടേ നിങ്ങളെ? കുട്ടികളെ പോകുന്നു നിങ്ങള്. മാഷേ, നിങ്ങളെ കുട്ടികളെ വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി വന്നതാണ്. സന്തോഷായില്ലേ? എന്ത് സന്തോഷാ ബൈജോ ഉള്ളത്. നിങ്ങള് ഒരു ദാക്ഷീണില്ലാതെ ഈ മനുഷ്യനെ നിങ്ങളെ സ്വന്തം അച്ഛനാണ് ഇറക്കി വിട്ടപ്പോ ഞാൻ ആ വഴിക്കുന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇയാൾ ഈ കുട്ടി എന്താ ഒരവസ്ഥ. ഇപ്പൊ നിങ്ങളൊരു കാര്യത്തിന് ഇയാളെ പേരുള്ള വീടും പറമ്പും നിങ്ങളെ പേരിൽ എഴുതി തന്നു. ആ ഒരു നിമിഷം ഇയാളെ മകളെ നിങ്ങളെ ഇറക്കി വിട്ടു. ഇനി നിങ്ങളെ കാര്യത്തിന് എന്തോ ഒരു കാര്യത്തിനാണ് നിങ്ങൾ ഇവിടെ വന്നതെന്ന് എനിക്ക് മനസ്സുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യം കഴിഞ്ഞിട്ട് ഇതേമാതിരി ഒരു ദാക്ഷീണ്യമില്ലാതെ നിങ്ങൾ ഇനി ഇറക്കി വിടും. അപ്പൊ ഈ സമയത്ത് ഞാൻ ഇല്ലെങ്കിൽ ഇവരെ അവസ്ഥ, ഈ കുട്ടീന്റെയും ഈ മാഷ അവസ്ഥ എന്താവും? അതൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കി. അച്ഛാ, തെറ്റ് പറ്റിപ്പോയി അച്ഛാ. ഇനി അങ്ങനെ ആവർത്തിക്കൂല. അച്ഛൻ ഞങ്ങളൊപ്പം പോരെ. ഞങ്ങളെ ഏട്ടൻ്റെ എൻ്റെ കല്യാണം ഒന്നും ശരിയാവണില്ല. അച്ഛനെ അവിടെ ഇല്ലായിട്ട് അനിയത്തിയും അച്ഛനും കൂടി വരും. എന്തായാലും അച്ഛൻ തന്ന മുതലൊക്കെ ഞങ്ങൾ തിരിച്ചേൽപ്പിക്കാം അച്ഛാ. ഞങ്ങൾ സംഭവിച്ചു പോയ തെറ്റ്. ഞാൻ നിങ്ങളുടെ ഇറക്കി വിട്ട സമയത്തേ
എൻ്റെ സ്വത്ത് മുതൽ ഞാൻ നിങ്ങളെ പേർക്ക് എഴുതി വെച്ചു. അത് തിരിച്ചെടുക്കാൻ എനിക്ക് അപ്പോഴേക്കും അറിയിട്ടല്ല. ഞാൻ മക്കളെ ബുദ്ധിമുട്ടിക്കണ ഒരൊറ്റ സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യാതെ ഇരുന്നത്. മനസ്സിലായില്ലേ? ഒരച്ഛൻ്റെ വിഷമം അറിയണമെങ്കിൽ നിങ്ങൾ അച്ഛനാവണം. അപ്പോഴേ അതിൻ്റെ വിഷമങ്ങൾ നിങ്ങൾക്ക് അറിയുള്ളൂ. എത്ര മക്കളുണ്ട് തന്തമാരെ സ്നേഹിക്കുന്ന മക്കൾ? മാഷേ, ഇവരെ വർത്താനം കേട്ടാണ്ട് നിങ്ങൾ പോകാൻ നിൽക്കണ്ട. നിങ്ങൾ ഇവിടെ നിൽക്കണേന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവർ നിങ്ങളിപ്പോൾ ഇനി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി ഇറക്കി വിടൂല എന്നുള്ളൊരു എന്താണ് ഒരു ഉറപ്പ്? അപ്പൊ നിങ്ങൾ ഇനി എന്താ ചെയ്യുക? ഇങ്ങോട്ട് വരുന്ന മാഷിക്ക് എപ്പോഴും സ്വാഗതമാണ്, ഇങ്ങോട്ട് എപ്പോഴും വരാം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇനി പോകണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നിന്നോളിങ്ങളേ. അല്ല ജാഫറെ, ഞാനും എൻ്റെ മോളും എൻ്റെ കുട്ടികൾ കൂടെ പോവുകയാണ്. ഞാൻ ഇനിയുള്ള കാലം എൻ്റെ മക്കൾ സന്തോഷം, അതാണ് നമ്മളെ വലിയ സന്തോഷം. ഞാൻ അവരെ കൂടെ ജീവിക്കുകയാണ്. പക്ഷെ അച്ഛനില്ലാത്തതുകൊണ്ട് അവർ വേറെ വർഷം പാടില്ല. ഞാൻ അവർക്ക് പെണ്ണിട്ടാൽ ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ഞാൻ അവരെ കൂടെ സന്തോഷിച്ച് പോവാണ്. കുഴപ്പമില്ലല്ലോ? പോണോ? നിന്റെ ഏട്ടനല്ലേ മോളെ വിളിക്കുന്നത്, നമുക്ക് പോവാ. വരാച്ചാ. ഇതൊക്കെ കല്യാണം കഴിഞ്ഞവരല്ലേ ഉള്ളൂ.